വേഴങ്ങാനം സെന്റ് ജോസഫ് എൽ പി സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് അക്ഷര വെളിച്ചത്തെ ഉള്ളിൽ നിറച്ച് ഒരു ശതാബ്ദകാലമായി വേഴങ്ങാനത്തിന്റെ മണ്ണിൽ മികവിന്റെ കേന്ദ്രമായി എന്നും വിളങ്ങുന്ന വിജ്ഞാന ജ്യോതിസ്. ഈ നാടിന്റെ സാമൂഹ്യ വളർച്ചയുടെ അടിസ്ഥാനമായി എന്നും ജനഹൃദയങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വിദ്യാഗോപുരം സെന്റ് ജോസഫ് എൽ പി സ്കൂൾ. വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നാമത്തിലുള്ള ഈ വിദ്യാലയ മുത്തശ്ശി തന്റെ 109ാം വാർഷിക വേളയിൽ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു 2025-26 നാൾവഴികളിലൂടെ. പാലാ രൂപതയുടെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ ലോക്കൽ മാനേജർ ബഹുമാനപ്പെട്ട ഫാദർ ജോൺസൺ പരിയപ്പനാൽ അവറുകളാണ്. കർമ്മോത്സവമായ പാതയിലൂടെ ഞങ്ങളെ നയിക്കുന്ന യുവത്വത്തിന്റെ തീക്ഷ്ണതയും ചുറുചുറുക്കും മനസ്സിൽ സൂക്ഷിച്ച് പ്രസന്നവദനായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ പരിയപ്പനാലച്ചന് ഞങ്ങളോടുള്ള സ്നേഹത്തിനും കരുതലിനും ഹൃദയംഗമമായി നന്ദി. അധ്യാപകർ, സേവന സന്നദ്ധതയും അർപ്പണബോധവുമുള്ള അധ്യാപകരാണ് ഈ സ്ഥാപനത്തിന്റെ മുതൽക്കൂട്ട്. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന നമ്മുടെ അധ്യാപകർ വളരെ സ്തുത്യർഹമായ സേവനമാണ് കാഴ്ചവെക്കുന്നത്. 6 അധ്യാപകരും 29 കുട്ടികളുമാണ് നമ്മുടെ സ്കൂളിലുള്ളത്. കഴിഞ്ഞ വർഷം ഈ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിച്ചിരുന്ന സജി ജോസഫ് സാർ സ്ഥലം മാറിപ്പോവുകയും പകരം ജിനോ സാർ നിയമിതനാവുകയും ചെയ്തു. അതിനോടൊപ്പം ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്ന അഞ്ജു ടീച്ചർ സ്ഥിര നിയമനം ലഭിച്ച് തുടങ്ങനാട് സ്കൂളിലേക്ക് പോവുകയും പകരം തെരേസ ടീച്ചർ നിയമിതയാവുകയും ചെയ്തു. സജി സാറിനെയും അഞ്ജു ടീച്ചറിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. കൂടാതെ അൻപിൻ സാർ, അലീന ടീച്ചർ, ആൽഫി ടീച്ചർ, സൈബി ടീച്ചർ എന്നിവർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. പ്രവേശനോത്സവം. മധ്യവേനൽ അവധിക്ക് ശേഷം 2025 ജൂൺ 2-ാം തീയതി സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോൺസൺ പരിയപ്പനാൽ മുഖ്യപ്രഭാഷണവും ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബീന ടോമി ഉദ്ഘാടനവും നിർവഹിച്ചു. പ്രസ്തുത സമ്മേളനത്തിൽ രക്ഷിതാക്കളും വിദ്യാലയത്തിന്റെ നിരവധിയായ അഭ്യുദയകാംക്ഷികളും പങ്കെടുത്തു. കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. പഠനം. ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള ഈ പാഠ്യപദ്ധതി ക്ലാസ് മുറികളെ സജീവമാക്കുന്നു. കുരുന്ന ഹൃദയങ്ങൾക്ക് അക്ഷര വെളിച്ചം പകരുക എന്ന ലക്ഷ്യത്തോടെ ഈ അധ്യയന വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ LKG, UKG ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ പ്രവർത്തനം ആരംഭിച്ചു. പഠനത്തിൽ ഉത്സാഹം ലഭിക്കുന്നതിനും ആരോഗ്യം കൈവരിക്കുന്നതിനുമായി കുട്ടികൾക്ക് സൂംബ ഡാൻസ് ആരംഭിച്ചു. ഇംഗ്ലീഷ് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇംഗ്ലീഷ് എക്സ്പ്രസ് എന്ന പ്രവർത്തനം ആരംഭിച്ച് നടന്നുവരുന്നു. കായിക വിദ്യാഭ്യാസത്തിനായി ലഭിച്ചിരിക്കുന്ന കിറ്റുകൾ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരിക്കൽ കുട്ടികൾക്ക് കളികളും മത്സരങ്ങളും നടത്തിവരുന്നു. കുട്ടികളിൽ അച്ചടക്കവും നേതൃത്വവാസനയും വളർത്തുന്നതിനായി സ്കൂൾ അസംബ്ലി നടത്തുന്നു. വാർത്താ അവതരണം, മാസ് ഡ്രിൽ, പ്രതിജ്ഞ, കലാപരിപാടികൾ, പൊതുവിജ്ഞാനം നേടാൻ ഉപകരിക്കുന്ന ചോദ്യങ്ങൾ എന്നിവ അസംബ്ലിയെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പ്രത്യേക പരിശീലന പദ്ധതികൾ സ്കൂളിൽ നടപ്പാക്കുന്നു. നിരന്തര പരിശീലനത്തിലൂടെ ഈ ലക്ഷ്യം നേടുന്നതിന് വലിയ അളവ് വരെ സാധിച്ചിട്ടുണ്ട്. യൂണിറ്റ് ടെസ്റ്റുകൾ, മിഡ് ടൈം പരീക്ഷകൾ എന്നിവ നടത്തി പ്രോഗ്രസ് കാർഡുകളും ഉത്തരപേപ്പറുകളും രക്ഷിതാക്കൾക്ക് ക്ലാസ് PTA-കളിൽ കണ്ട് വിലയിരുത്തുന്നതിന് അവസരം നൽകി വരുന്നു. ഫീൽഡ് വിസിറ്റ്. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിനായി നേരിട്ട് കണ്ടും കേട്ടും പഠിക്കുന്നതിന്റെ ആവശ്യകതയെ മുൻനിർത്തി സ്കൂൾ കുട്ടികൾക്ക് ഫീൽഡ് വിസിറ്റ് നടത്തുകയുണ്ടായി. പച്ചക്കറിത്തോട്ടം, തോട്, പാടം, കുളം എന്നിവ കണ്ടുകൊണ്ടുള്ള യാത്ര കുട്ടികൾക്ക് രസകരമായ അനുഭവമായിരുന്നു. വിശ്വാസ പരിശീലനവും സന്മാർഗ ബോധനവും. കുട്ടികളിൽ മൂല്യബോധവും ഈശ്വരചിന്തയും വളർത്തിയെടുക്കാൻ വിശ്വാസ പരിശീലനവും സന്മാർഗ ബോധനവും ഏറെ സഹായിക്കുന്നു. അതിനായി ആഴ്ചയിൽ 2 ദിവസം വിശ്വാസ പരിശീലന ക്ലാസുകളും 1 ദിവസം സന്മാർഗ ബോധനവും നടത്തിവരുന്നു. അധ്യാപക രക്ഷകർതൃ സംഘടന. സ്കൂളിന്റെ പുരോഗതിക്ക് ആവശ്യ ഘടകമാണ് അധ്യാപക രക്ഷകർതൃ സംഘടന. 2025-26 അധ്യയന വർഷത്തെ ആദ്യ പൊതുയോഗം 2025 ജൂലൈ 9-ാം തീയതി ചേർന്നു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോൺസൺ പരിയപ്പനാൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റായി ശ്രീമതി ആശ വിൻസെന്റിനെയും MPTA പ്രസിഡന്റായി വാണി K സജിയെയും തിരഞ്ഞെടുത്തു. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും PTA, MPTA അംഗങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കുന്നു. സ്കൂൾ ലൈബ്രറി. വിജ്ഞാന വികാസത്തിനുള്ള ഏറ്റവും അഭികാമ്യമായ കാര്യം വായനയാണ്. അറിവിന്റെ ലോകത്തേക്കുള്ള വഴികാട്ടിയാണ് പാഠപുസ്തകങ്ങൾ. മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും വായനമൂല ക്രമീകരിക്കുകയും വായനക്കാരുടെ ലൈബ്രറി പുസ്തകങ്ങൾ എന്നിവ കുട്ടികൾക്ക് വായിക്കാനായി നൽകി വരികയും ചെയ്യുന്നു. മേളകൾ. സബ് ജില്ലാതല പ്രവൃത്തി പരിചയ മേളയിലും കലോത്സവത്തിലും നമ്മുടെ സ്കൂൾ മികച്ച വിജയമാണ് ഈ അധ്യയന വർഷം കൈവരിച്ചത്. പാലാ സബ് ജില്ലയിലെ 42 സ്കൂളുകളോട് മത്സരിച്ച് ആകെ നേടാവുന്ന 65 പോയിന്റിൽ 59 പോയിന്റ് നേടി നമ്മുടെ സ്കൂൾ 4-ാം സ്ഥാനം കൈവരിച്ചു. ആകെ 23 കുട്ടികളുമായാണ് നമ്മൾ ഈ മത്സരത്തിൽ പങ്കെടുത്തത്. ഇത് നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. പ്രവൃത്തി പരിചയമേളയിൽ പോസ്റ്റർ മേക്കിംഗിൽ പങ്കെടുത്ത് ഋത്തിക് വെള്ളാപ്പള്ളിൽ കുഞ്ചെറിയ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. മേളയിലും കലോത്സവത്തിലും വിവിധ ഇനങ്ങളിലായി 13 A ഗ്രേഡുകളും 3 B ഗ്രേഡുകളും നേടി. അതിനോടൊപ്പം പാലാ സബ് ജില്ലയിലെ കുട്ടികൾക്കായി നടത്തിയ പുസ്തക ആസ്വാദന മത്സരത്തിൽ ജൊഹാന ജോസഫ് പങ്കെടുക്കുകയും പ്രോത്സാഹന സമ്മാനം കൈവരിക്കുകയും ചെയ്തു.
കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി നടപ്പാക്കിയ പ്രിലിമിനറി പരീക്ഷയിലും ജൊഹാന ജോസഫ് പങ്കെടുക്കുകയും പ്രോത്സാഹന സമ്മാനത്തിന് അർഹയാവുകയും ചെയ്തു. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സർവോപരി നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും പ്രോത്സാഹനവും പിന്തുണയും നൽകുന്ന ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനും ഏറെ നന്ദി. കമ്പ്യൂട്ടർ പഠനം. വിവരസാങ്കേതിക വിദ്യയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട്. സ്കൂളിൽ ലാപ്ടോപ്പുകളും പ്രൊജക്ടറും ഉള്ളതിനാൽ പഠന പ്രവർത്തനങ്ങൾ കൂടുതൽ മികവുറ്റതാക്കാൻ കഴിയുന്നു. ദിനാചരണങ്ങൾ. പരിസ്ഥിതി ദിനം, ശിശുദിനം, സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി, ചാന്ദ്രദിനം, കേരളപ്പിറവി, ഓണാഘോഷം എന്നിവ സമുചിതമായി കൊണ്ടാടി. വർണ്ണാഭമായി നടത്തപ്പെട്ട ക്രിസ്മസ് ആഘോഷം കുട്ടികൾക്ക് നവ്യ അനുഭവമായി. വായന വാരത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തിയ അമ്മ വായനയിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു. അതോടൊപ്പം പുസ്തക പരിചയത്തിനായി കുട്ടികൾ വേഴങ്ങാനം ലൈബ്രറി സന്ദർശിക്കുകയും ഒട്ടേറെ പുസ്തകങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. ലൈബ്രറിയനുമായി സംവദിക്കുകയും പുസ്തകങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. സ്കൂൾ ലൈബ്രറിയിലേക്ക് വണ്ടർകുന്നേൽ മോളി ടീച്ചർ പുസ്തകങ്ങൾ സംഭാവന ചെയ്യുകയുണ്ടായി. ടീച്ചറുടെ ഈ സംഭാവനയ്ക്ക് പ്രത്യേകം നന്ദി. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നടത്തിയ റോക്കറ്റ് നിർമ്മാണത്തിൽ എല്ലാ കുട്ടികളും പങ്കെടുത്തു. പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി രാജ്യത്തുടനീളം പോഷൺ അഭിയാൻ എന്ന പേരിൽ പ്രവർത്തനം നടന്നിരുന്നു. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് പോഷകാഹാരത്തിന്റെ പ്രാധാന്യം നമ്മുടെ കുട്ടികളിലും എത്തിക്കുന്നതിനായി ഫുഡ് ഫെസ്റ്റ് നടത്തുകയുണ്ടായി. നാടൻ ഭക്ഷണങ്ങളും ധാന്യങ്ങളും പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളിൽ പലതും കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. ഫുഡ് ഫെസ്റ്റ് മനോഹരമാക്കാൻ സഹായിച്ച എല്ലാ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. നാടിനെ ഒന്നടങ്കം ആപത്തിലാഴ്ത്തുന്ന മഹാവിപത്തായ ലഹരിക്കെതിരെ ബോധവൽക്കരണ പോസ്റ്ററുകൾ നിർമ്മിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. മൃഗങ്ങളുടെ കടിയേറ്റാൽ ഉടൻ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ രീതികൾ ഏതൊക്കെയാണ് എന്നുള്ള ബോധവൽക്കരണ ക്ലാസ് ഉള്ളനാട് ഹെൽത്ത് സെന്ററിൽ നിന്നും കുട്ടികൾക്ക് ലഭിച്ചു. സ്കോളർഷിപ്പുകൾ. പഠനം, വിശ്വാസ പരിശീലനം, സന്മാർഗബോധനം എന്നിവയിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾക്കായി ഈ നാട്ടിലെ നല്ലവരായ വ്യക്തികൾ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയ ഏവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠന ആവശ്യത്തിനായി ഈ വർഷവും സാമ്പത്തികമായി സഹായിച്ച ചുണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റിനും ഭരണസമിതിക്കും നന്ദി. പഠനയാത്ര. കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വിനോദത്തിനുമായി പഠനയാത്ര നടത്തുകയുണ്ടായി. എറണാകുളത്തേക്കാണ് പഠനയാത്ര പോയത്. കൊച്ചി മെട്രോ, ലുലു മാൾ, മറൈൻ ഡ്രൈവ്, സുഭാഷ് പാർക്ക്, ബീച്ച് എന്നിവിടങ്ങളിലാണ് യാത്ര പോയത്. കായലിലൂടെ നടത്തിയ ബോട്ട് യാത്ര കുട്ടികൾക്ക് പുതിയ അനുഭവമായിരുന്നു. ഭൗതിക നേട്ടങ്ങൾ. കുട്ടികളുടെ മാനസികോല്ലാസത്തിനായി കളി ഉപകരണങ്ങൾ നൽകുകയും സ്കൂളിലേക്കായി കളർ പ്രിന്റർ ലഭ്യമാക്കുകയും ചെയ്തുകൊണ്ട് സ്കൂൾ വികസനത്തിനായി നിരന്തരം യത്നിക്കുന്ന PTA വൈസ് പ്രസിഡന്റ് വിൻസെന്റ് കേറ്റിക്ക് സ്കൂളിന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നു. ഉപസംഹാരം. കഴിഞ്ഞ അധ്യയന വർഷം ഈ വിദ്യാലയത്തിലും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിന്ന ദൈവകൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വാർഷികാഘോഷ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയവും ബൗദ്ധികവുമായ വളർച്ച ആഗ്രഹിച്ച് അതിനാവശ്യമായ എല്ലാ സഹായവും ചെയ്തു തരുന്ന ബഹുമാനപ്പെട്ട സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ജോൺസൺ പരിയപ്പനാലച്ചനും ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിരിക്കുന്ന ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി സുധാ ഷാജിക്കും സ്നേഹം നിറഞ്ഞ നന്ദി. സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അകവഴഞ്ഞ സഹായവും പിന്തുണയും നൽകുന്ന PTA പ്രസിഡന്റ് ശ്രീമതി ആശ വിൻസെന്റിനെയും MPTA പ്രസിഡന്റ് ശ്രീമതി വാണി കെ സജിയെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. യോഗത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സൗമ്യ MP-യെയും ചൂണ്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടോമി ഫ്രാൻസിസ് കുര്യത്തിനും സ്നേഹം നിറഞ്ഞ നന്ദി. നമ്മുടെ കുട്ടികളുടെ കൊച്ചു കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും കൈക്കാരന്മാർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിക്കുന്നു. ഈ വിദ്യാലയത്തിലെ ഓരോ കുട്ടിയുടെയും വളർച്ചയ്ക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ജിനോ സാറിനും അൻവിൻ സാറിനും അലീന ടീച്ചറിനും തെരേസ ടീച്ചറിനും ആൽഫി ടീച്ചറിനും സൈബി ടീച്ചറിനും കുട്ടികളുടെ ഭക്ഷണ കാര്യത്തിൽ ഏറെ ശ്രദ്ധ പതിപ്പിക്കുന്ന സാരി ചേച്ചിക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സമ്മേളനത്തെ വളരെ മനോഹരമായി അണിയിച്ചൊരുക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സാദരം സമർപ്പിക്കുന്നു.